ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. നമ്മന്റെ നയിക്കുന്ന ശ്രീമദ് ഭാഗവത പഠന ക്ലാസ് ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 28ാമത്തെ അധ്യായമാണ് ആരംഭിക്കുന്നത്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. വഹമൂവതു വഹമൂർധനത്തു വഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പ്രേതിതന്മയതയാതരവോധിനേദുസ്തം സർവഭൂതഹൃദയം മന്യമാനോസ്മി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായിരുന്നു. ഒരു മാസത്തിന് മേലുള്ള ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സുകൾ പുനരാരംഭിക്കുന്നത്. പക്ഷേ ഈ ഇടവേള സമയം നിങ്ങളൊക്കെ ഭാഗവത പാരായണത്തിന് നന്നായി വിനിയോഗിച്ചു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. അതിൽ നല്ല അഭിമാനം തോന്നുന്നു. കാരണം നിങ്ങളുടെ 50ഓളം ആൾക്കാർ നന്നായിട്ട് 10-15 മിനിറ്റ് വീതം ഭാഗവതം ചിലതൊക്കെ ഞാൻ കേട്ടു അറിഞ്ഞു. എന്തായാലും ഒന്നും പറ്റിയില്ലെങ്കിൽ എന്നാലും ഏതാണ്ട് ഭംഗിയായിട്ടൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ട്. ഈ വായിക്കാനുള്ള ആ ഒരു ത്വര ഉള്ളിലുള്ളത് നല്ലതാണ്. കാരണം ഒരു മാസം ക്ലാസ് ഇല്ലാത്തതും പുസ്തകം മടക്കി വെച്ചിട്ട് വെറുതെ ഇരിക്കാം എന്ന് വിചാരിക്കുന്നതിൽ ഭേദം ഞങ്ങൾ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഈ വായന തുടരട്ടെ. ഇനിയും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള അവധി ദിവസങ്ങൾ വന്നാൽ അപ്പോൾ നിങ്ങൾക്ക് പുസ്തകം എടുത്ത് പഴയ പാഠങ്ങൾ കൂടെ വായിച്ചവർപ്പിക്കണം. പിബത ഭാഗവതം രസം ആലയം. അത് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് പോലെയാണ്. ദാഹിക്കുമ്പോഴൊക്കെ ഒരേ വെള്ളം വീണ്ടും 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 കുടിച്ചാൽ അത് മടുക്കില്ല. അതുപോലെ ഈ ഭാഗവതം രസം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുമ്പോഴൊക്കെ കുടിക്കാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് മൂന്നാം സ്കന്ധത്തിലെ 28ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ദേവഹൂതിക്ക് കപിലൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് വിഷയം. ഓരോരോ അധ്യായങ്ങൾ ഉപസംഹരിച്ച് തീർത്തിട്ട് ഈ അധ്യായത്തിൽ എന്താണ് എന്ന് നേരിട്ട് ആമുഖമായി പറഞ്ഞിട്ടാണ് വിഷയത്തിലോട്ട് പോകും. ശ്രീ ഭഗവാനുവാചാം യോഗസ്യ ലക്ഷണം ഭക്ഷ്യേ ഫബീജസ്യ നപാത്മജേ മനോ ഏനൈവ വിധിന സന്നം ജാതി സത്പഥം. ഇനിയും പറയാൻ പോകുന്ന യോഗത്തിന്റെ ലക്ഷണമാണ്. നേരത്തെ പറഞ്ഞിരുന്നു യോഗത്തെക്കുറിച്ചും കൂടി, അഷ്ടാംഗ യോഗങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. മോക്ഷത്തിന്റെ ഉപായങ്ങളിലൊന്ന് ഈ യോഗമാണ് എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോക്ഷോപായ സാധനമായ യോഗത്തിന്റെ ലക്ഷണം പക്ഷേ പറയാൻ പോകുന്നു. ഫബീജസ്യെന്ന പത്മജാണ്. ഫബീജമായ യോഗത്തിന്റെ ലക്ഷണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹേ നപാത്മജേ, രാജപുത്രി എന്ന് സംബോധന ചെയ്ത മനസ്സ് ഏന ഏവ ഏനൈവ യാതൊന്നുകൊണ്ടാണ് വിധിന വിധി കൊണ്ട് ഏന വിധിന ഏവ യാതൊരു വിധി കൊണ്ട് തന്നെയാണ് പ്രസന്നം സത്പഥം യാതി നല്ല തെളിവാർന്ന നല്ല വഴിയിലേക്ക് യാതി പോകും. അതുകൊണ്ട് യോഗം 2 വിധത്തിലുണ്ട്. ഒന്ന് ഫബീജമെന്നും മറ്റേ നിർബീജമെന്നും 2 തരത്തിലാണ് യോഗശാസ്ത്രത്തെ വിഭജിച്ച് പറയുന്നത്. ഒന്ന് ഫബീജം എന്നുള്ളത് ഒരു ആലംബനത്തെ കണ്ടുകൊണ്ട് അതിൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള അഭ്യാസക്രമത്തെയാണ് ഫബീജം എന്ന് പറയുന്നത്. ബീജത്തോട് കൂടിയത്. ബീജം എന്ന് പറയുന്ന കാരണം എന്ന് പറയുന്ന ഒരു ലിംഗമാണ്, ഒരു അടയാളം. അപ്പൊ ഈശ്വര ഉപാസനയ്ക്ക് അല്ലെങ്കിൽ അഷ്ടാംഗ യോഗങ്ങളിൽ പറയുന്ന ധ്യാനമാർഗത്തിലേക്ക് വരെ എത്തണമെങ്കിൽ ഒരു സ്വരൂപത്തെ ധ്യാനിച്ചുള്ളിൽ ഉറപ്പിച്ചെങ്കിലേ പറ്റുള്ളൂ. അതിനാണ് ഫബീജ യോഗം എന്ന് പറയുന്നത്. ഇനി നിർബീജത്തിലാണെങ്കിൽ ഈ ആകൃതികളോ രൂപങ്ങളോ പ്രതീകങ്ങളോ പ്രതിബിംബങ്ങളോ ഒന്നുമില്ല.
ഒന്നുമില്ലാത്ത വിശാലമായ ഒരാകാശത്തെ മനസ്സിൽ സങ്കല്പിക്കുന്നത് പോലെ ഇതിന് സങ്കല്പിക്കാൻ പറ്റും. അങ്ങനെ ബ്രഹ്മത്തെ സങ്കല്പിക്കുന്നതിൻ്റെ പേരാണ് നിർബീജ യോഗം എന്ന്. 2 തരത്തിലുള്ള യോഗമുണ്ട്. പക്ഷെ നിർബീജ യോഗം ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. സാധാരണക്കാർക്ക് വളരെ എളുപ്പമല്ല. കാരണം ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം നിർബീജത്തിലേക്ക് കടക്കാൻ വളരെ വിഷമമാണ്. പറ്റും, സ്വബീജം നന്നായി ഉറപ്പിച്ച് കുറെ കഴിഞ്ഞിട്ട് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിർബീജത്തെക്കുറിച്ച് പറയുന്നില്ല. അമ്മയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് പറ്റുന്ന മട്ടിൽ സ്വബീജ യോഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സ്വബീജമായ അല്ലെങ്കിൽ ഒരു പ്രതീകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അനുഷ്ഠിക്കുന്ന യോഗം അനായാസമായി സാധിക്കാൻ പറ്റുന്നത് കൊണ്ട് അതിൻ്റെ അനുഷ്ഠാനം കൊണ്ട് മനസ്സ് കാമക്രോധാദികളായ ദോഷങ്ങളെയൊക്കെ മാറ്റി ശുദ്ധമായി തീരും. അങ്ങനെയാണ് ആനന്ദസ്വരൂപനായ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റും എന്നിങ്ങനെ ഇതിൻ്റെ മാർഗത്തെക്കുറിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ സ്വബീജ യോഗ ലക്ഷണമാണ് പറയാൻ പോകുന്നത്, എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ ആ സ്വബീജ യോഗത്തിൻ്റെ വിധി കൊണ്ട് തന്നെ വിധിന അതുകൊണ്ട് തന്നെ മനസ്സ് പ്രസന്നം സത്പഥം വ്യാധി, പ്രസന്നമായ നല്ല വഴിയിലേക്ക് പോകുക തന്നെ ചെയ്യും. അപ്പം യോഗാനുഷ്ഠാനത്തെ ലക്ഷ്യം മനസ്സിനെ പ്രസന്നമാക്കി ഉറപ്പിച്ചു നിർത്തി നല്ല വഴിയിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളത് മാത്രമാണ് ഈ യോഗത്തിന്റെ ലക്ഷണം എന്ന് ആദ്യം തന്നെ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്ന വിഷയങ്ങളിൽ മുഖവര പറഞ്ഞതാണ്. യോഗസ്യ ലക്ഷണം വക്ഷ്യേ സബീജസ്യ നപാത്മജേ മനോ ഏനൈവ വിധിനാ പ്രസന്നം വ്യാധി സത്പഥം ഹേ നപാത്മജേ സബീജസ്യ യോഗസ്യ ലക്ഷണം വക്ഷ്യേ ഏന വിധിന ഏവ പ്രസന്നം മനഃ സത്പഥം യാതി. സ്വധർമാചരണം ശക്ത്യാ വിധർമാച്ച നിവർത്തനം ദൈവാല്ലബ്ധേന സന്തോഷ ആത്മവിചരണാർച്ചനം ഗ്രാമ്യധർമ്മനിവൃത്തിശ്ച മോക്ഷധർമ്മരതിസ്തഥാ മിതമേധ്യാദനം ശശ്വത് വിവിക്തക്ഷേമസേവനം അഹിംസാ സത്യമസ്ഥേയം യാവദർത്ഥപരിഗ്രഹ ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം മൗനം സദാസനജസ്ഥൈര്യം പ്രാണദേശ്വനയും പ്രത്യാഹാരശ്ചേന്ദ്രിയാണം വിഷയം മനസാ ഹൃദി സുധിഷ്ഠ്യാനാം ഏകദേശീയ മനസാ പ്രാണധാരണം വൈകുണ്ഠലീലാഭിധ്യാനം സമാധാനം തഥാത്മനാം ഏതൈരന്യശ്ചപതി മനോ ദുഷ്ടമസത്പഥം ബുദ്ധ്യായുജ്ജീതശനയൻ ജിതപ്രാണോ ഹ്യതന്ത്രിതാഹം. 6 ശ്ലോകത്തിൽ ഒന്നിച്ച് ഈ വിഷയങ്ങൾ ഒന്ന് ചുരുക്കി പ്രതിപാദിച്ച് തീർക്കുകയാണ് ആദ്യം ചെയ്ത്. അഷ്ടാംഗ യോഗത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇതിലൊന്ന് ചുരുക്കി പ്രതിപാദിക്കും. എന്നിട്ട് ഓരോതിനെ കുറിച്ച് വിസ്തരിച്ച് പറയാൻ പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആമുഖം എന്നുള്ള മട്ടിൽ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഇത് നമുക്ക് 6 ഒന്നിച്ച് ചേർത്ത് അന്വയിച്ച് അർത്ഥം പറയുന്നതായിരിക്കും നല്ലത്. ഓരോന്നായിട്ട് വേണം എന്നില്ല. പിന്നെ ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം, അതിന് കുഴപ്പമില്ല. സ്വധർമാചരണം ശക്തിയാണ്. അവരവരുടെ ശക്തി അനുസരിച്ച് സ്വധർമ്മത്തെ ആചരിക്കണം. അവരവരുടെ കഴിവനുസരിച്ച് അവരവരുടെ സ്വധർമ്മത്തെ ആചരിക്കണം. മറ്റു ധർമ്മങ്ങളല്ല, അവരവർക്ക് വിധിച്ച ധർമ്മങ്ങൾ. അവരവർ എന്നുള്ളതും ഉദ്ദേശിക്കുന്നത് വ്യക്തികളെ മാത്രമല്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, മാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചാരികൾക്ക് വിധിച്ചിരിക്കുന്ന ധർമ്മം പഠിപ്പാണ്. ഗൃഹസ്ഥാശ്രമികൾക്ക് വിധിച്ചിരിക്കുന്ന ഈശ്വരാർച്ചനയോടുകൂടി കുടുംബജീവിതം നയിക്കലാണ്. ഇത് ഗൃഹസ്ഥന് വിരക്തി സമ്പാദിക്കാനാണ്. എന്നിങ്ങനെ അതാത് ആശ്രമങ്ങളിൽ വിധിച്ചിരിക്കുന്ന അവരവരുടെ സ്വധർമ്മങ്ങളെ ശക്തി അനുസരിച്ച് ആചരിച്ചിട്ട് വിധർമാച്ച നിവർത്തനം, വിധർമ്മത്തിൽ നിന്നും പിന്തിരിയണം. മറ്റുള്ളവരുടെ ധർമ്മം അനുഷ്ഠിക്കരുത്, അതിൽ നിന്നും പിന്തിരിയണം. ധർമ്മവിരോധമായ എല്ലാ പ്രവൃത്തികളിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് ദൈവാത് ലബ്ധേന, വിധി കൊണ്ട് ലഭിച്ചതിനെ, സന്തോഷ ആത്മവിചരണാർച്ചനം, കിട്ടുന്നത് കൊണ്ട്
ആത്മാവിനെ അറിഞ്ഞിരിക്കുന്നവരുടെ പാദസേവന. ആത്മവിത്ത് ചരണ അർച്ചനം. ആത്മവിത്ത് ആത്മാവിനെ അറിയുന്നവർ. ആത്മാനം വേദീതി ആത്മവിത്ത്, ആത്മാവിനെ അറിയുന്നവർ. അങ്ങനെ ആത്മവിത്തുക്കളായ സജ്ജനങ്ങളുടെ ചരണത്തെ, പാദത്തെ അർച്ചിക്കൽ എന്നുവെച്ചാൽ ആധ്യാത്മികതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഗുരുക്കന്മാരായ സജ്ജനങ്ങളുടെ പാദം അർച്ചിക്കലാണ്. അത് വിധർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് അവരുടെ കഴിവനുസരിച്ച് സ്വധർമ്മം ശക്തിപൂർവ്വം ചെയ്തിട്ട് വിധി കൊണ്ട് വന്നു ചേരുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് സജ്ജനങ്ങളുടെ പാദസേവനം ചെയ്യണം. ഇതാണ് ആദ്യം അനുഷ്ഠിക്കേണ്ടത്. സ്വധർമാചരണം ശക്ത്യാ വിധർമാച്ഛനിവർത്തനം ദൈവാല്ലബ്ധേന സന്തോഷ ആത്മവിച്ചരണാർച്ചനം ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച മോക്ഷധർമ്മരതിസ്തഥാ മിതമേധ്യാദനം ശശ്വത് വിവിക്തക്ഷേമസേവനം ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച. ഗ്രാമ്യധർമ്മങ്ങളിൽ നിന്നും നിവൃത്തനായിരിക്കണം. 3 വിധത്തിലുള്ള പുരുഷാർത്ഥത്തെ സമ്പാദിക്കാൻ അർത്ഥവും കാമവും ഈ ധർമ്മത്തിൻ്റെ കൂടെ നിന്ന് അനുഷ്ഠിക്കേണ്ടവരാണ്. അതെല്ലാം ഗ്രാമത്തിൽ അനുഷ്ഠിക്കുന്ന ധർമ്മങ്ങളാണ്, ഗ്രാമ്യധർമ്മങ്ങളാണ്, ആധ്യാത്മിക ധർമ്മങ്ങളല്ല. അതിൻ്റെ നിവൃത്തി ഉണ്ടാകണം. അർത്ഥത്തിൽ നിവൃത്തി ഉണ്ടാകണം, കാമത്തിൽ നിവൃത്തി ഉണ്ടാകണം. എന്നിട്ട് മോക്ഷ ധർമ്മരതി തഥ. പിന്നുണ്ടാകേണ്ടത് മോക്ഷത്തിലും ധർമ്മത്തിലുമാണ് രതി ഉണ്ടാവേണ്ടത്. പുരുഷാർത്ഥങ്ങൾ 4 2 ഗ്രാമ്യമാണ്, അർത്ഥകാമങ്ങളാണ്. അതിൽ നിന്നും നിവർത്തിക്കണം. എന്നിട്ട് മോക്ഷത്തിലും ധർമ്മത്തിലും രതി ഉണ്ടാവണം. തഥ അതുപോലെ മിതമേധ്യ അദനം. മിതമായി, മേധ്യം എന്ന് വെച്ചാൽ ശുദ്ധമായത് എന്നർത്ഥം. മേധ്യം, അമേധ്യം ശുദ്ധമല്ലാത്തത് എന്നർത്ഥം. അത് നമുക്ക് പരിചയമാണ്. മേധ്യം നമുക്ക് പരിചയമില്ല. അതുകൊണ്ട് അമേധ്യമായ ഭക്ഷണം സ്വീകരിക്കുക, മിതവും ശുദ്ധവുമായ ഭക്ഷണം സ്വീകരിക്കുക. മിതമേധ്യ അദനം ച ഭക്ഷണം ശശ്വത് വിവിക്തക്ഷേമ സേവനം. എല്ലായ്പ്പോഴും ശശ്വത്തായിട്ട് വിവിക്ത ക്ഷേമ സേവനം. വിവിക്തമായ ഒരു സ്ഥലത്ത് ഇരിക്കാൻ, വലിയ ജനക്കൂട്ടങ്ങൾ ഇല്ലാത്തിടത്ത് ഏകാന്തമായ സ്ഥലത്ത് ഇരുന്നിട്ട്, വിവിക്തമായ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ക്ഷേമത്തെ സേവിക്കണം, സുഖത്തെ മാത്രം ആശ്രയിക്കണം. ഇപ്പൊ ഗ്രാമ്യധർമ്മത്തിൽ നിവൃത്തി ഉണ്ടാകണം. മോക്ഷ ഗ്രാമ്യധർമ്മങ്ങൾ അർത്ഥകാമങ്ങളാണ്. മോക്ഷവും ധർമ്മത്തിലും രതി താല്പര്യം ഉണ്ടാവണം. മിതവും മേധ്യവുമായ ഭക്ഷണം കഴിക്കണം. എല്ലായ്പ്പോഴും വിവിക്തമായ സ്ഥലത്ത് സേവനം ചെയ്യാൻ കഴിയുക, സേവിക്കാൻ. ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച മോക്ഷധർമ്മരതിസ്തഥ മിതമേധ്യാദനം ശശ്വത് വിവിക്തക്ഷേമ സേവനം അഹിംസാ സത്യമസ്ഥേയം യാവദർത്ഥപരിഗ്രഹ ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം. പിന്നെ വേണ്ടത് അഹിംസ, സത്യം, അസ്ഥേയം. അഹിംസ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ടുപോലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. അല്ല പ്രാണികളെയോ ജീവികളെയോ കൊല്ലുക, ആയുധം കൊണ്ടോ കൈകൊണ്ടോ കൊല്ലുന്നതിന് മാത്രമല്ല, മനസ്സുകൊണ്ടുപോലും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കാതിരിക്കൽ. അതാണ് അഹിംസ. സത്യം, സത്തായ വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയാവൂ. സത്തായ വസ്തുവാരാണ് ഈശ്വരൻ. ബാക്കി ഒന്നും സംസാരത്തിൽ വരരുത്. സംഭാഷണം ചെയ്യുമ്പോൾ ഈശ്വര കാര്യങ്ങളെ കുറിച്ച് മാത്രമേ പറയാവൂ. ബാക്കിയൊക്കെ പറഞ്ഞിട്ട് എന്താ കഥ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അടിപിടിയും വഴക്കും ബഹളം ഉണ്ടാകാത്ര തന്നെ. അതുകൊണ്ട് സത്യം വേണം, സത്യം പറയണം. അസ്ഥേയം, അസ്ഥേയം എന്ന് വെച്ചാൽ മോഷ്ടിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ഒന്നും തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കാതെ പോലും ഇരിക്കുക. അതാണ് അസ്ഥേയം. മോഷ്ടിക്കണമെന്നില്ല,
മറ്റുള്ളവരുടെ കയ്യിൽ എന്തെങ്കിലും വസ്തു കാണുമ്പോൾ ഹാവു ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നത് തന്നെ എന്താണ് സ്ഥേയമാണ്. അതുപോലും ചെയ്യാൻ പാടില്ല, കാരണം ഇത് തനിക്ക് ആവശ്യമില്ല ഒന്നും. അതുകൊണ്ട് അസ്ഥേയം. യാവത് അർത്ഥപരിഗ്രഹ, അത്യാവശ്യമായ അർത്ഥങ്ങളെ സ്വീകരിക്കാം. യാവത് വേണ്ടിടത്തോളം നിത്യ ഉപജീവനത്തിന് കഴിയാൻ പര്യാപ്തമായ അർത്ഥങ്ങൾ, സാധനങ്ങൾ, ഉപകരണങ്ങൾ, ധനം, ഇതൊക്കെ എന്ത് ചെയ്യാം? സ്വീകരിക്കാം. യാവത് അർത്ഥപരിഗ്രഹ ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ട സമയത്ത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക തന്നെ ചെയ്യണം. അതൊരു വ്രതമാണ്, അതിനെ പിന്തിരിയരുത്. തപസ് ചെയ്യേണ്ട സമയത്ത് തപസ് ചെയ്യണം. ശൗചം വേണം, ശുചിയായി തന്നെ ഇരിക്കാൻ പറ്റണം. വ്രതങ്ങൾ അനുഷ്ഠിക്കണം, ശുദ്ധി ഉണ്ടായിരിക്കണം. സ്വാധ്യായ പുരുഷാർച്ചനം, വേദ അധ്യയനം ചെയ്യണം, ഈശ്വര പൂജ ചെയ്യണം. സ്വാധ്യായം, വേദ അധ്യയനം, പുരുഷാർച്ചനം, ഈശ്വര അർച്ചന. അഹിംസാ സത്യമസ്ഥേയം യാവദർത്ഥപരിഗ്രഹ ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം. മൗനം സദാസനജയ സ്ഥൈര്യം പ്രാണജയശ്വനൈ പ്രത്യാഹാരശ്ച ഇന്ദ്രിയാണാം വിഷയാത് മനസാ ഹൃദി. മൗനം വെച്ചാൽ മിണ്ടാതിരിക്കുന്നതല്ല, വാചാലനാവാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മൗനം രക്ഷിക്കുമ്പോൾ അത്യാവശ്യം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദോഷമൊന്നുമില്ല. ഒന്ന്, മുനിയുടെ അവസ്ഥയ്ക്കാണ് മൗനം എന്ന് പറയുന്നത്, മിണ്ടാതിരിക്കൽ മാത്രമല്ല. നമ്മൾ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. മുനിയുടെ ഭാവത്തിന്റെ പേരാണ് മൗനം എന്ന്. അനാവശ്യമായ ഒരു സംഭാഷണങ്ങളും നടത്താതെ ഇരിക്കണം. മൗനം പദാ ആസനജയ, എല്ലായ്പ്പോഴും ആസനത്തെ ജയിക്കുന്നത് കൊണ്ട് ശരീരത്തെ ഉറപ്പിച്ചിരിക്കണം. ഏത് ആസനത്തിലിരുന്നാലും ശരീരം ഉറച്ചിരിക്കാൻ പര്യാപ്തമായി ഇരിക്കണം. അതിനെയാണ് ആസനജയം എന്ന് പറയുന്നത്. സ്ഥൈര്യം പ്രാണജയ ശനൈ, സ്ഥൈര്യം വേണം, സ്ഥിരത വേണം, ചാഞ്ചാട്ടം ഉണ്ടാവരുത്. അതുകൊണ്ട് പ്രാണനെ ജയിക്കാൻ പറ്റണം. പ്രാണവായുവിനെ അവനവന്റെ സ്വാധീനതയിലാക്കി നിർത്തണം. അത് കൈവിട്ടു പോകാൻ പറ്റില്ല. പ്രാണാപാന അപാന സമാനങ്ങൾ തൻ്റെ അധീനതയിലാവണം. അതാവാത്തത് കൊണ്ടാണ് ശ്വാസമുട്ടൽ ഉണ്ടാകുന്നത്, വെന്റിലേറ്ററിൽ പോകേണ്ടി വരുന്നത്, ഒക്കെ ഉണ്ടാകും. നമ്മുടെ അധീനതയിൽ അത് വരുന്നില്ല. ഉണ്ട്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശനൈഹി, പതുക്കെ പ്രാണജയം സ്വീകരിക്കണം. പ്രത്യാഹാരശ്ച ഇന്ദ്രിയാണ്, ഇന്ദ്രിയങ്ങളുടെ പ്രത്യാഹാരം തിരിച്ചു പിടിക്കണം. പ്രത്യാഹരിക്കാൻ വെച്ചാൽ മടക്കിയെടുക്കുക, തിരിച്ചെടുക്കുക. എവിടെ നിന്നും? വിഷയത്തിൽ. ഇന്ദ്രിയങ്ങൾ എപ്പോഴും വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. അതിനെ എന്ത് ചെയ്യണം? മടക്കി പിന്തിരിച്ചു വിളിക്കണം. മനസാ ഹൃദി, മനസ്സുകൊണ്ട് ഹൃദയത്തിൽ അതിനെ ഉറപ്പിച്ചു നിർത്തും. ഇപ്പൊ കണ്ണ്, മൂക്ക്, ത്വക്ക് എപ്പോഴും അതാത് വിഷയങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടേയിരിക്കുള്ളൂ. ഏതെങ്കിലും കാഴ്ച കണ്ടാൽ കണ്ണ് അങ്ങോട്ട് തന്നെ പോകും. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു നല്ല ഭയങ്കര ശബ്ദം കേട്ടാൽ ചെവി ഓടി അവിടേക്ക് എത്തും. കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം വിഷയങ്ങളുടെ പുറകെ പോകുക എന്നുള്ള അവരുടെ ജോലിയാണ്. അങ്ങനെയുള്ള അവരെ അതിൽ നിന്നും പതുക്കെ മടക്കി, ശബ്ദം കേട്ടാലും ചിത്രം കണ്ടാലും എന്ത് അനുഭവങ്ങളെ നേരിട്ടാലും ഇന്ദ്രിയങ്ങളെ അവിടേക്ക് വിടാതെ സ്വ അധീനതയിൽ മടക്കി കൊണ്ടുവന്ന് നിർത്താൻ പറ്റും. എന്നിട്ട് മനസ്സുകൊണ്ടേ പറ്റുള്ളൂ. മനസ്സാ എവിടെയാണ് ഉറപ്പിക്കേണ്ടത്? ഹൃദയത്തിൽ അതിനെ ഉറപ്പിക്കണം. മൗനം സദാസനജയ സ്ഥൈര്യം പ്രാണജയശ്വനൈ പ്രത്യാഹാരശ്ചേന്ദ്രിയാണാം വിഷയാൻ മനസാ ഹൃദയം. സ്വധിഷ്ഠ്യാനാം ഏകദേശേ മനസാ പ്രാണധാരണം വൈകുണ്ഠലീലാഭിധ്യാനം സമാധാനം തഥത്തനം. സ്വധിഷ്ഠ്യാനാം ഏകദേശേ മനസാ പ്രാണധാരണം. സ്വധിഷ്ണ്യം, പ്രാണന്റെ അതാത് സ്ഥാനങ്ങൾ. ധിഷ്ണ്യം സ്ഥാനം, നമ്മുടെ സ്ഥാനമല്ല, പ്രാണനെ കുറിച്ചാണ് പറയുന്നത്. പ്രാണന്റെ സ്ഥാനങ്ങൾ സ്വധിഷ്ണ്യാനാം, അവരുടെ സ്ഥാനങ്ങളുടെ
ഏകദേശേ അവരവരുടെ സ്ഥാനങ്ങളിലെ ഏകദേശത്തിൽ മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് പ്രാണനെ അതാത് സ്ഥാനങ്ങളിൽ വെച്ച് ഏകദേശം ഒരു സ്ഥാനത്ത് തന്നെ ഇവയെ 5 വിധത്തിലേക്ക് തിരിച്ചു വിടാതെ 5നെയും കൂടി പ്രാണൻ എന്ന ഒരു സ്ഥാനത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തണം. സ്വധിഷ്ണ്യാനാം ഏകദേശേ മനഫ പ്രാണധാരണം. മനസ്സുകൊണ്ട് മനസ്സിനോട് കൂടെ അവരെ വെച്ചിട്ട് പ്രാണനെ ഉറപ്പിക്കണം. പ്രാണധാരണം, പ്രാണനെ ഉറപ്പിക്കണം. വൈകുണ്ഠലീല അഭിധ്യാനം. വൈകുണ്ഠനായ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ലീലകളെ, അവതാര ലീലകളെ വീണ്ടും വീണ്ടും ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക, അനുധ്യാനം ചെയ്യുക. വൈകുണ്ഠന്റെ ലീലകളെ അഭിധ്യാനം ചെയ്യണം. അതിനെ വീണ്ടും വീണ്ടും അറിഞ്ഞ് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. സമാധാനം തഥാ ആത്മന. അങ്ങനെ ആത്മാവിനെ എന്ത് ചെയ്യണം? സമ്യക്കായിട്ട് ആധാനം ചെയ്യണം, ഉറപ്പിച്ചു നിൽക്കണം. അതാണ് സമാധാനം. സമമായി ആധാനം ചെയ്യലാണ് സമാധാനം. മനസ്സിനെ ഒരേപോലെ വിഷയത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റണം. അപ്പൊ സ്വധിഷ്ഠ്യാനാം ഏകദേശീയ മനസാ പ്രാണധാരണം വൈകുണ്ഠലീലാഭിധ്യാനം സമാധാനം തഥാത്മനാം ഏതൈഹി അന്വേഷിച്ച ഇവകളും അന്വേഷിച്ച മറ്റു പലകളാലും പഥിഭിഹി വഴികളാൽ മനോ ദുഷ്ടം അസത്പഥം അസത്തായ പഥത്തിലേക്ക് പോയി ദുഷിച്ചിരിക്കുന്ന മനസ്സിനെ, ഇത്രയൊക്കെ പറഞ്ഞത് മനസ്സിനെ നല്ല വഴിയിലേക്ക് തിരിച്ചുവിടാനാണെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. അഷ്ടാംഗ യോഗങ്ങളിലെ ലക്ഷ്യം മനസ്സിനെ ശുദ്ധീകരിക്കാൻ, അതിൻ്റെ ദുഷ്ടവഴിയിൽ നിന്ന് തന്നെ മാറ്റിയെടുത്ത് നല്ല വഴിയിലേക്ക് തിരിച്ചുവിടുക. ഏതൈഹി അന്വേഷിച്ച, ഈ പറഞ്ഞതും ഇനി പറയാൻ പോകുന്ന കുറെ കാര്യമുണ്ട്. അവകളെ കൊണ്ട് അവകളുടെ പഥിഭിഹി വഴികളിലൂടെ അസത്പഥത്തിലേക്ക് പോയി ദുഷിച്ച മനസ്സിനെ ബുദ്ധ്യായുഞ്ചീത, ബുദ്ധിയോട് യോജിപ്പിച്ചിട്ട് ശനകൈഹി പതുക്കെ ജിതപ്രാണോ, പ്രാണനെ ജയിച്ചിട്ട് ഹി അതന്ത്രിത, ആലസ്യമില്ലാത്തവനായിട്ട് ക്ഷീണമില്ലാത്തവനായിട്ട് മനസ്സിനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം? അടക്കി നിർത്താൻ സാധിക്കണം. ഇതാണ് സബീജ യോഗത്തിന്റെ ലക്ഷ്യം. ഇത്രയും കാര്യങ്ങൾ ആണ് സബീജ യോഗത്തിന്റെ തത്വം, അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ആചരണങ്ങൾ ഇനി ഓരോന്നും പലതരത്തിൽ പറയും, പക്ഷെ എൻ്റെ ലക്ഷ്യം ഇത് മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുക. ഏതേരന്യേശ്ചപതികർമ്മനോ ദുഷ്ടമസത്പഥം ബുദ്ധ്യായുഞ്ജീത ശനകീർജിത പ്രാണോ ഹ്യതന്ത്രിത. അങ്ങനെ ഒന്നിച്ച് പറയാം. വിധർമാത് ദൈവാത് ലബ്ധേന ആത്മവിത്ത് ചരണാർച്ചനം ഗ്രാമ്യധർമ്മ നിവൃത്തി മോക്ഷധർമ്മരതി മിതമേധ്യാദനം വിവിക്തക്ഷേമസേവനം അസ്തേയം യാവത് അർത്ഥപരിഗ്രഹ ബ്രഹ്മചര്യം തപഃ ശൗചം സ്വാധ്യായഃ പുരുഷാർച്ചനം മൗനം സദാ ആസനജയ സ്ഥൈര്യം പ്രാണജയഃ വിഷയാത് ഇന്ദ്രിയാണി മനസാ ഹൃദി പ്രത്യാഹാരഃ സ്വധിഷ്ണ്യാനാം ഏകദേശേ മനസാ പ്രാണധാരണം വൈകുണ്ഠലീലാഭിധ്യാനം ആത്മനഃ സമാധാനം ഏതൈഹി അന്യേഹി പഥിഭിഹി ച അസത്പഥം ദുഷ്ടം മനഃ ചിതപ്രാണഃ അതന്ത്രിതഃ ശനകൈഹി ബുദ്ധ്യാ യുഞ്ജീത സ്വധർമാചരണം ശക്ത്യാ വിധർമാച്ച നിവർത്തനം ദൈവാല്ലബ്ധേന സന്തോഷ ആത്മവിച്ചരണാർച്ചനം
ഗ്രാമ്യധർമ്മനിവൃത്തിശ്ച മോക്ഷധർമ്മരതിസ്തഥാ മിതമേധ്യാദനം ശശ്വത് വിവിക്തക്ഷേമസേവനം അഹിംസാ സത്യമസ്ഥേയം യാവദർത്ഥപരിഗ്രഹം ബ്രഹ്മചര്യം തപശൗചം സ്വാധ്യായ പുരുഷാർച്ചനം മൗനം ഫലാഫനജയസ്ഥൈര്യം പ്രാണജയശ്വനൈ പ്രത്യാഹാരശ്ചേന്ദ്രിയാണാം വിഷയാൻ മനസാ ഹൃദി സ്വധിഷ്ഠ്യാനാം ഏകദേശേ മനസാ പ്രാണധാരണം വൈകുണ്ഠലീലാഭിധ്യാനം സമാധാനം തഥാത്മനാം ഏതേരന്യൈശ്ചവതിഭിർമനോ ദുഷ്ടമസത്പഥം ബുദ്ധ്യായുഞ്ജീതശനകീർത്തിതപ്രാണോ ഹ്യതന്ദ്രിതഃ ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ വിജിതാഫന ആഫനം തസ്മിൻ സ്വസ്തി സമാഫീന രുജുകായ സമഭ്യഭേത്. മുമ്പ് പറഞ്ഞ യമനിയമങ്ങളെ കുറിച്ചാണ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എങ്ങനെയൊക്കെ അടക്കി നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇനിയുമാണ് ആസനത്തെക്കുറിച്ച് പറയാൻ പോവാം. ശുചൗ ദേശേ, ശുദ്ധമായ ഏതെങ്കിലും ദേശത്തിൽ പ്രതിഷ്ഠാപ്യ, ഇരുന്നിട്ട് വിജിതാഫന ആസനം, ആസനത്തെ അഭ്യസിക്കുന്നവൻ, വിജിതമായ ജയിക്കപ്പെട്ട ആസനത്തോടു കൂടിയ ഏതെങ്കിലും ഒരു ആസനത്തെ. ഒത്തിരി ആസനങ്ങളെ പറയുന്നത് എല്ലാവരും കൂടി അത് അനുഷ്ഠിക്കാനല്ല, അവരവരുടെ ശരീരപ്രകൃതി അനുസരിച്ച്, അവരവരുടെ ശക്തിയും കഴിവും അനുസരിച്ച്, ആരോഗ്യനില അനുസരിച്ച് വേണ്ട ആസനം മാത്രം മാത്രം അനുഷ്ഠിച്ചാൽ മതി. പക്ഷേ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ആസനമുറകളും എല്ലാവർക്കും അനുഷ്ഠിക്കാനാണ് എന്നാണ്. അങ്ങനെയല്ല എന്ന് വ്യക്തമായി പറയുന്നു. എങ്ങനെ ഇരുന്നാലാണോ ആസനത്തെ ജയിക്കാൻ, മനസ്സിനെ ജയിക്കാൻ പറ്റുന്നത്, അതിന് പറ്റിയ ആസനം. തസ്മിൻ, അതിൽ, സ്വസ്തി സമാസീന, അതില് സ്വസ്തികാസനത്തിൽ ഇരിക്കുന്നവനായി. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സ്വസ്തികാസനത്തിൽ ഇരിക്കാം, അതിലിരുന്നു കൊണ്ട് ഋജുകായ, എവിടെ ഇരുന്നാലും ശരീരം നിവർന്നിരിക്കണം. ഋജുവായിരിക്കണം കായം, ശരീരം. എന്നിട്ട് സം അഭ്യസേത്, ഇതിന് നന്നായി ശീലിക്കണം. അതായത് ആസനത്തെ ഉറപ്പിക്കലാണ് ഇതിൽ വന്നിരിക്കുന്ന വിഷയം. ഏത് ആസനത്തിൽ അധിക നേരം ഇരുന്നാൽ ക്ലേശം ഉണ്ടാവാതിരിക്കുമോ അതിലിരുന്നോളൂ എന്നാ പറയുന്നത്. ചില ആസനത്തിൽ 2 മിനിറ്റൊക്കെ ഇരിക്കും, 3 മിനിറ്റിക്കുള്ളിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് മാറേണ്ടി വരും. അങ്ങനെയുള്ള ആസനത്തിൽ ഇരിക്കണ്ട. അധിക നേരം ഏത് ആസനത്തിൽ ഇരുന്നാൽ ഒരു സങ്കടവും തോന്നാതെ ഇരിക്കാൻ പറ്റുമോ അത് അഭ്യസിച്ച് സ്വാധീനമാക്കി ആ രീതി ആശ്രയിക്കും. ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകരുത്. സ്വസ്തികം ആണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് തുടയെ മുട്ടുകാലിൻ്റെ അടിയിലാക്കി പാദങ്ങളിലെ അഗ്രങ്ങളെ 2 മുട്ടുകളുടെ സന്ധിയിൽ തൊടുത്ത് ചേർത്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള ഇരിപ്പിനാണ് സ്വസ്തികാസനം എന്ന് പറയുന്നത്. അവിടെ ഇരുന്ന് പ്രാണനെ സ്വാധീനപ്പെടുത്താനുള്ള അഭ്യാസം നിരന്തരമായിട്ടും ചെയ്യണം. ശരീരം നിവർന്നിരുന്ന് ഏതെങ്കിലും ആസനത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ പ്രാണനെ അടക്കി നിർത്താൻ സാധിക്കൂ. വാസ്തവത്തിനൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയാണ്. പക്ഷെ ഇന്ന് ആസനം എന്നുള്ള ഒരു ചില അഭ്യാസ മുറകൾ കൊണ്ട് മാത്രം യോഗ എന്നുള്ള തീരും. അത്രേ ഉള്ളൂ യോഗയുടെ ലക്ഷ്യം. അതിൻ്റെ ഒരു ബേസ് മാത്രമേ ആയിട്ടുള്ളൂ ആസനം. എവിടെ എങ്ങനെയൊക്കെ ഇരുന്നാൽ ഇത് അനുഷ്ഠിക്കാൻ പറ്റുമോ അങ്ങനെ ഇരുന്ന് അനുഷ്ഠിച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആസനവിധികളെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഇന്ന് അതുമാത്രമായി യോഗ എന്നത്. യോഗ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികളെ നിരോധിക്കലാണ് യോഗത്തിൻ്റെ ലക്ഷ്യം എന്ന് പതഞ്ജലി ആ യോഗശാസ്ത്രത്തിൻ്റെ ആരംഭ സൂത്രത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വസ്തികാസനത്തിൽ ഇരുന്ന് ഋജുകായനായിട്ട് പ്രാണനെ നേരെ നിർത്താൻ വേണ്ടി അഭ്യാസം ചെയ്യും. ശുചോ ദേശേ പ്രതിഷ്ഠാപ്യ വിജിതാസന ആസനം തസ്മിൻ സ്വസ്തി സമാസീന ഋജുകായ സമഭ്യസേത്. ശുചൗ ദേശേ ആസനം പ്രതിഷ്ഠാപ്യ വിജിതാസന തസ്മിൻ ഋജുകായ സ്വസ്തി സമാസീന
त्वमभ्यसेत् शुचौ देशे प्रतिष्ठाप्य विजिताफन आफनं तस्मिन् स्वस्ति समाफीन ऋजुगाय समभ्यसेत् प्राणश्चोथयन्मार्गं पूरकुम्भकरेचकै പ്രതികൂലേന വാചിത്തം യഥാ സ്ഥിരമചഞ്ചലം. എന്താ പ്രാണായാമം കൊണ്ട് പ്രാണനെ അടക്കി നിർത്താൻ പറയാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം. യമനിയമങ്ങൾ എന്താണ്? തൊട്ടുമുമ്പലത്തെ 6 ശ്ലോകത്തിൽ കൂടി അത് വിസ്തരിക്കലായി. അഹിംസ, സത്യമസ്തേയം, ബ്രഹ്മചര്യം, തപസ്സ, ശൗചം, മൗനം, ഇതൊക്കെയാണ് ആ ഇന്ദ്രിയത്തെയും മനസ്സിനെയും അടക്കി നിർത്താൻ വേണ്ടി ആചരിക്കേണ്ട അനുഷ്ഠാനങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു വലിയ ബഹളവും ജനവാസങ്ങൾ അധികം ഇല്ലാത്ത ഏകാന്തമായൊരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരുന്നു കൊണ്ട് അവനവൻ്റെ പ്രാണനെ അവനവൻ്റെ ഉള്ളിലേക്ക് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി അഭ്യസിക്കണം. എന്ത് ചെയ്യണം? പ്രാണശോധയൻ മാർഗം, പ്രാണന്റെ മാർഗത്തെ ശുദ്ധമാക്കണം. അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത്. അതിനാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണന്റെ പോക്കുവരവിന് തടസ്സം ഉണ്ടാക്കരുത്. അതിന് തടസ്സം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നത്? ബാഹ്യമായ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ട് ആ പ്രാണന്റെ ഗതിയെ നേരെയാക്കി വിടുക. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പ്രാണായാമം എന്നുള്ള അഭ്യാസം കൊണ്ട് നിരന്തരം കിട്ടാൻ പറ്റും. അതിനാദ്യം പൂര, കുംഭക, രേചകൾ. പൂരകം, കുംഭകം, രേചകം എന്ന 3 ഘട്ടങ്ങളാണ് അതിനുള്ളത്. അതായത് പൂരകം എന്നുള്ളത് വായുവിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ, പൂരിക്കുക, പൂർത്തീകരിക്കുക, നിറയ്ക്കുക. അപ്പം അല്പസമയം ഏതെങ്കിലും ആസനത്തിൽ ഇരുന്നു കൊണ്ട് ശ്വാസഗതിയെ ഉള്ളിലേക്ക് എടുത്ത് ഉള്ളിലേക്ക് എടുക്കുന്ന രീതിയാണ് പൂരകം. പിന്നെ കുംഭകം അതിനെ ഉള്ളിൽ ഉറപ്പിച്ച് നിർത്തണം. 1 സെക്കൻഡോ 2 സെക്കൻഡോ കഴിവരുത്. രേചകം അതിനെ പുറത്തേക്ക് വിടുക. ഇതാണ് പ്രാണായാമത്തിന്റെ വ്യവസ്ഥ. ഇത് സ്ഥിരമായി അനുഷ്ഠിച്ചാൽ നമ്മുടെ പരിധിയിൽ തന്നെ നിൽക്കും, വിട്ടുപോയില്ല. ഇതാണ് സാധാരണമായ ഒരു ക്രമം. തിരിച്ചും ഉണ്ട്. രേചകം, കുംഭകം, പൂരകം എന്ന രീതിയും അപൂർവമായുണ്ട്. അതിനെ അവലംബിച്ചാലും ദോഷമില്ല. എന്തായാലും വായുവിനെ ഉള്ളിൽ പ്രവേശിപ്പിച്ച് നിർത്തൽ, അതിനെ പുറത്തേക്ക് വിടും. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് അങ്ങനെ വായുവിനെ ഉള്ളിലേക്ക് അടക്കി നിർത്തുമ്പോൾ ശ്വാസകോശങ്ങളിലുള്ള കഫം കൊണ്ടുള്ള ദോഷങ്ങൾ മുഴുവൻ നശിച്ച് അത് ശുദ്ധമാണ്. അങ്ങനെ പ്രാണനെ ആശ്രയിക്കുന്ന മനസ്സ് ചലനാത്മകമായ തന്റെ ദോഷത്തെ വിട്ടിട്ട് സ്ഥിരമായി. അതാണ് പ്രതികൂലേന ചിത്തം യഥാസ്ഥിരം അചഞ്ചലം. ചഞ്ചലമാകുന്ന ചിത്തത്തെ അചഞ്ചലമാക്കണം. അചഞ്ചലം, സ്ഥിരം ഉറപ്പിച്ചു നിർത്തണം. യഥാ എങ്ങനെയാണോ അത് പ്രതികൂലേനവാ, പ്രതികൂലമായിട്ടും ആവാം. അതുകൊണ്ടാണ് രേചക, കുംഭക എന്ന് പ്രതികൂലമായിട്ടും പറഞ്ഞ അനുകൂലമായിട്ടും പ്രതികൂല 2 തരത്തിലും ചെയ്യാം. ഏത് തരത്തിൽ ചെയ്താലും ലക്ഷ്യം എന്താണ്? പ്രാണനെ അവരുടെ സ്വാധീനതയിൽ ഉറപ്പിച്ചു നിർത്താൻ. അതിനാണ് പ്രാണായാമം. ഇതെല്ലാ ദിവസവും അഷ്ടാംഗയോഗം അനുഷ്ഠിക്കുന്നവർക്കല്ല, ഏത് മനുഷ്യർക്കും ചെയ്യാവുന്നതാണ്. 1 മിനിറ്റോ 2 മിനിറ്റോ മതി. രാവിലെ എഴുന്നേറ്റ് കിടക്കയിലിരുന്ന് ഈ പ്രാണായാമം ചെയ്തിട്ട് പുറത്തേക്ക് പോകാം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും 1 മിനിറ്റ് പ്രാണായാമം ചെയ്തിട്ട് കിടക്കാം. ഇത്രയും നമുക്ക് അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിരന്തരമാക്കിയാൽ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അനായാസമായിട്ടും ശ്വാസഗതികളെ കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും വെന്റിലേറ്ററിൽ പോകേണ്ടി വരില്ല. അത് ഉറപ്പാണ്. ഇതാണ് പ്രാണായാമത്തിന്റെ ഒരു ലക്ഷ്യം. പ്രാണശോധയൻ മാർഗം പൂരകുംഭകരേചകൈ പ്രതികൂലേന വാചിത്തം യഥാ സ്ഥിരമചഞ്ചലം. പൂര കുംഭകരേചകൈ പ്രാണസ്യ മാർഗം ശോധയേത് പ്രതികൂലേന വാ യഥാ ചിത്തം സ്ഥിരം അചഞ്ചലം. പ്രാണസ്യ ശോധയൻ മാർഗം പൂരകുംഭകരേചകൈ
പ്രതികൂലേന വാചിത്തം യഥാ സ്ഥിരമചഞ്ചലം മനോചിരാദ്ഭ്യാദ്വിരജം ജിതശ്വാഫ്യയോഗിനം വായുവഗ്നിഭ്യാം യഥാ ലോഹം മാതം ത്യജതി വൈമലം. മനസ്സ് അചിരാത് വൈകാതെ ഫ്യാത് ആയിത്തീരും. വിരജം രജഫ് ഇല്ലാത്തതായിത്തീരും. രജസംബന്ധമില്ലാത്തതായിത്തീരും മനസ്സ്. 3 ഗുണങ്ങളിൽ രജോ ഗുണത്തിന്റെ സംബന്ധം ഇല്ലാണ്ടാകും. പ്രാണായാമത്തിന്റെ ഒരു ഫലം ഇതാണ്. മനോ അചിരാത് വിരജം സ്യാത്. മനസ്സ് വൈകാതെ വിരജമായിത്തീരും. ജിതശ്വാഫ്യയോഗിന, ശ്വാസത്തെ അടക്കിക്കൊണ്ട് ജയിച്ചവനായ യോഗിക്ക് ആ യോഗിയുടെ മനസ്സ് രജഫിൽ നിന്നും പിന്തിരിയും. വായു അഗ്നിഭ്യാം യഥാലോഹം സ്മാതം ത്യജതി വൈമരം. വായു അഗ്നികളെ കൊണ്ട്, വായു കൊണ്ടും അഗ്നി കൊണ്ടും തീ കൊണ്ടും കാറ്റുകൊണ്ടും എപ്രകാരമാണോ ലോഹത്തെ സ്മാതം ഊതിപ്പഴിപ്പിക്കാം, സ്മാതം ചെയ്യുക, ഊതും, അപ്പോൾ മലം ത്യജതി വൈ, അതിൻ്റെ മാലിന്യത്തെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. സ്വർണം അഗ്നിയിലിട്ട് അതിൽ നന്നായിട്ട് ഊതുക. ഒരു ഉപകരണമുണ്ട്, അത് വെച്ച് ശരിക്ക് കാറ്റ് ഊതി ചെല്ലുമ്പോൾ അതിലുള്ള മാലിന്യം മാറിയിട്ട് തങ്കമായിട്ട് മാറും. അതേപോലെയാണ് ലോഹങ്ങൾ ഏതും. സ്വർണം മാത്രമല്ല, ഇരുമ്പ്. കൊല്ലപ്പണിക്കാർ അവരുടെ ഉലയിൽ വെച്ച് എന്താണ് ഈ ഇരുമ്പിനെ ചുട്ടു പഴിപ്പിച്ചിട്ട് കാറ്റ് അതിലേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം മാലിന്യം മാറും. ഇതുപോലെയാണ്. യഥാ വായു അഗ്നിഭ്യാം ലോഹം സ്നാതം മലം ത്യജതി വൈ. അതുപോലെ തീയിലിട്ട് ഊതിപ്പഴിപ്പിച്ചാൽ പറ്റിക്കൂടിയ ചെളികളൊക്കെ നശിച്ച് ശുദ്ധമാകുന്നത് പോലെ മനസ്സ് ശുദ്ധമാകും. മനോചിരാത് സ്യാദ് വിരജം ജതശ്വാഫ്യയോഗിനാം വായുവഗ്നിഭ്യാം യഥാലോഹം സ്മാതം ത്യജതി വൈമലം. ജിതശ്വാഫ്യ യോഗിനഃ മനഃ അചിരാത് വിരജം സ്യാത് വായുവഗ്നിഭ്യാം സ്മാതം ലോഹം യഥാ മലം ത്യജതി വൈ. മനോചിരാത് സ്യാദ് വിരജം ജിതശ്വാഫ്യയോഗിനാം വായുവഗ്നിഭ്യാം യഥാലോഹം സ്മാതം ത്യജതി വൈമലം. മനോചിരാത് സ്യാദ് വിരജം ജിതശ്വാഫ്യയോഗിനാം വായുവഗ്നിഭ്യാം യഥാലോഹം സ്മാതം ത്യജതി വൈമലം. പ്രാണായാമേർദേഹേർദോഷാൻ ധാരണാഭിശ്ചകിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യാനേനാനീശ്വരൻ ഗുണൻ. പ്രാണായാമൈഹി, പ്രാണായാമങ്ങളെ കൊണ്ട് ദേഹ കൊണ്ട് ദഹേത് ദോഷാൻ, പ്രാണായാമങ്ങളെ കൊണ്ട് ദോഷങ്ങളെ ദഹിപ്പിക്കണം. പ്രാണായാമൈഹി ദഹേത് ദോഷാൻ, പ്രാണായാമേർ ദഹേത് ദോഷാൻ. ധാരണാഭിശ്ചകിൽ വിഷാൻ, ധാരണകളെ കൊണ്ട് കിൽബിഷം പാപത്തെയും നശിപ്പിക്കണം, ഇല്ലാതാക്കണം. പ്രത്യാഹാരേണ സംസർഗാൻ, പ്രത്യാഹാരം കൊണ്ട് സംസർഗങ്ങളെ, മറ്റുള്ള ബന്ധങ്ങളെ, ഭൗതിക ബന്ധങ്ങളെ വീക്ഷിക്കാൻ പറ്റും. ധ്യാനേന അനീശ്വരാൻ ഗുണാൻ, ധ്യാനങ്ങളെ കൊണ്ട് അനീശ്വരാൻ, ഈശ്വരോപാസനകൾക്ക് വിരോധികളായ ഗുണങ്ങളെ ദഹിപ്പിക്കണം. ദോഷങ്ങളെ ദഹിപ്പിക്കണം, കിൽബിഷങ്ങളെ ദഹിപ്പിക്കണം, സംസർഗങ്ങളെ ദഹിപ്പിക്കണം,
അനീശ്വര ഗുണങ്ങളെ ദഹിപ്പിക്കും. ഇതെല്ലാം ദഹേജ് എന്ന ഒറ്റ ക്രിയാപദത്തിൽ പറഞ്ഞാണ്. അപ്പൊ പ്രാണായാമം ചെയ്യുന്നത് കൊണ്ട് ദേഹത്തിനുണ്ടാക്കാവുന്ന, ശരീരത്തിനുണ്ടാകാവുന്ന ദോഷങ്ങളെയൊക്കെ, വാതപിത്ത കഫാദികളായ ദോഷങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അടുത്ത പ്രാണായാമം കഴിഞ്ഞാൽ പിന്നെ ധാരണയാണ്. ധാരണ എന്ന് വെച്ചാൽ ഈശ്വര ശക്തിയെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തും. അതുകൊണ്ട് പാപങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും. കാരണം ഈശ്വരൻ ഉള്ളിൽ നിറഞ്ഞു നിന്നാൽ പാപങ്ങൾ ഉള്ളിലേക്ക് കടക്കില്ല. അതുകൊണ്ട് ധാരണ കൊണ്ട് പാപങ്ങളെ ദഹിപ്പിക്കാം. അടുത്ത പ്രത്യാഹാരമാണ്. പ്രത്യാഹാരം എന്ന് വെച്ചാൽ പിന്തിരിപ്പിക്കൽ. നേരത്തെ പറഞ്ഞു, വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ മടക്കിയെടുക്കൽ. അങ്ങനെ മടക്കിയെടുക്കുന്നത് കൊണ്ട് വിഷയവുമായിട്ടുള്ള സംസർഗത്തെ ഇല്ലായ്മ ചെയ്യാം, ദഹിപ്പിക്കാം. സംസർഗാൻ ദഹേത്. സംസർഗം ചേർച്ച, വിഷയവുമായുള്ള ചേർച്ചയെ ദഹിപ്പിക്കാം. ധ്യാനം കൊണ്ട് അനീശ്വര ഗുണങ്ങളെ, ഈശ്വരോപാസനയ്ക്ക് വിരോധികളായിട്ട് നിൽക്കുന്ന ഗുണങ്ങളാവാം, ദോഷങ്ങളാവാം, അവയൊക്കെ എന്ത് ചെയ്യാം, ദഹിപ്പിക്കാൻ പറ്റുന്ന. അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ മറ്റൊരു വിചാരവും മനസ്സിനെ ബാധിക്കാതെ ബഹുകാലം ഏകാഗ്രമായി സമാധിയിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ. പ്രാണായാമേർ ദേഹദോഷാൻ ധാരണാഭിക്ഷകിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ അയേനാനീശ്വരൻ ഗുണാൻ. ദോഷാൻ പ്രാണായാമൈഃ കിൽബിഷാൻ ധാരണാഭിഃ സംസർഗാൻ പ്രത്യാഹാരേണ അനീശ്വരാൻ ഗുണാൻ ധ്യാനേന ദഹേത്. പ്രാണായാമേർ ദഹേദ്ദോഷാൻ ധാരണാഭിശ്ചകിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗൻ ധ്യാനേനാനീശ്വരൻ ഗുണാൻ. പ്രാണായാമേർ ദഹേദ്ദോഷാൻ ധാരണാഭിശ്ചകിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗൻ ധ്യാനേനാനീശ്വരൻ ഗുണാൻ. യദാ മനഃസ്വം വിരജം യോഗേന സുസമാഹിതം കാഷ്ഠം ഭഗവതോ ധ്യായേത് സ്വപ്നാസഗ്രാവലോകനാം. ഈ പ്രാണായാമം നിരന്തരമായും അനുഷ്ഠിക്കുന്നത് കൊണ്ട് മനസ്സിൻ്റെ ചാഞ്ചല്യം മാറിയിട്ട് മനസ്സിൻ്റെ ദോഷങ്ങളൊക്കെ മാറി മനസ്സ് നമ്മുടെ വരുതിയിൽ വന്നതിന് ശേഷം അതുവരെ പ്രാണായാമം ചെയ്യും. പ്രാണായാമത്തിൻ്റെ കാലഘട്ടം എത്ര നാൾ വേണം എന്ന് ചോദിച്ചാൽ മനസ്സ് വരുതിയിൽ വരുന്നതുവരെ. യഥാ മനഃ സ്വം വിരജം യോഗേന സമാഹിതം. ഇതാ എപ്പോഴാണോ മനസ്സ് സ്വം തൻ്റെതായ വിരജം, രജോഗുണമില്ലാത്ത, യോഗേന യോഗം കൊണ്ട് സുസമാഹിതം, ഏറ്റവും സാവധാനമായും ഉറപ്പിച്ചതായും കാഷ്ഠാം ഭഗവതോ ധ്യായേത്, ഭഗവാന്റെ കാഷ്ഠയെ, കാഷ്ഠ എന്ന് വെച്ചാൽ രൂപത്തെ, സ്വരൂപത്തെ ധ്യാനിക്കണം. സ്വനാസാഗ്രാവലോകന, കണ്ണ് തൻ്റെ മൂക്കിൻ്റെ അഗ്രത്തിലേക്ക് വരണം. അങ്ങനെയാണ് പ്രാണായാമം ചെയ്ത് ധാരണ പ്രത്യാഹാരങ്ങളിലേക്ക് പോകുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമകൾ രണ്ടും ഒരേ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. യഥാ മനഃ സ്വം വിരജം യോഗേന സുസമാഹിതം കാഷ്ഠം ഭഗവതോ ധ്യായേത് സ്വനാസാഗ്രാവലോകനാം. ഇനിയുമാണ് ധ്യാനം പറയാൻ പോകും. എങ്ങനെ ധ്യാനിക്കണം എന്ന് വിസ്തരിച്ച് പറയാൻ പോവാണ്. സ്വം മനഃ യോഗേന വിരജം സുസമാഹിതം യഥാ സ്യാത് തഥാ ഭഗവതഃ കാഷ്ഠാം സ്വനാസാഗ്രാവലോകനഃ ധ്യായേത്. യഥാ മനഃസ്വം വിരജം യോഗേന സുസമാഹിതം കാഷ്ഠാം ഭഗവതോ ധ്യായേത് സ്വനാസാഗ്രാവലോകനം.
യഥാ മനഃസ്വം വിരജം യോഗേന സുസമാഹിതം കാഷ്ഠം ഭഗവതോ ധ്യായേത് സ്വനാസഗ്രാവലോകനം. ഇനിയും എങ്ങനെ ധ്യാനിക്കണം എന്ന് പറയാൻ പോവാൻ. എന്ത് രൂപത്തെയാണ്, എങ്ങനെ ഒരു സ്വരൂപത്തെ ധ്യാനിച്ച് നമ്മുടെ ഉള്ളിലാക്കാൻ പറ്റും? പ്രസന്നവദനാം ഭോജം പത്മഗർഭാരുണേക്ഷണം നീലോൽപലതലശ്യാമം ശംഖചക്രഗദാധരം. ഇതും 6 ശ്ലോകത്തിൽ ഒന്നിച്ച് നമുക്ക് അർത്ഥം പറയേണ്ടതാണ്. ഞാൻ ഓരോന്ന് പറഞ്ഞ് ഒന്നിച്ചെല്ലാം കൂടെ പറയാം. പ്രസന്നവദനാം ഭോജം, മുഖമാകുന്ന താമര തെളിഞ്ഞിരിക്കണം. പത്മഗർഭ അരുണേക്ഷണം, പത്മത്തിന്റെ താമരയുടെ അകം പോലെ ചുവന്ന കണ്ണ് ആവും പെതുക്കെ. ഭഗവാന്റെ ഒരു വാഗ്രൂപമായ ഒരു ചിത്രത്തെ കാണിച്ചിരിക്കുകയാണ്. താമരപ്പൂ പോലെ തെളിഞ്ഞ മുഖം, ചെന്താമരപ്പൂവിന്റെ അകം പോലെ ചുവന്ന കണ്ണുകൾ, ഈക്ഷണം കണ്ണ്. പത്മ ഗർഭ അരുണ ഈക്ഷണം, ഗർഭം അകത്ത് ഉള്ളിലുള്ള, താമരയുടെ ഉള്ളിലുള്ള അരുണം ചുവപ്പ് വർണ്ണം പോലെയുള്ള ഈക്ഷണം കണ്ണ്. നീലോൽപലതള ശ്യാമം, നീലോൽപലം പോലെ, നീലത്താമര പോലെ ശ്യാമളമായ നിറം. ശംഖചക്രഗദാധരം, ശംഖ് ചക്രം ഗദ ഇവ ധരിച്ചിരിക്കുന്നത്. ഇതിനെയാണ് ധ്യാനിക്കുന്നത്. എന്തിനെയാണ് ധ്യാനിക്കുന്നത്? ഭഗവത് സ്വരൂപത്തെയാണ്. അത് ആദ്യം മുഖത്തെക്കുറിച്ചാണ് പറയുക. താമര പോലെ തെളിഞ്ഞ വിടർന്ന മുഖം. അപ്പം ഇത് പറയുമ്പോൾ ആ താമരയിലേക്ക് നമ്മുടെ മനസ്സ് പോകും. ഇന്ദ്രിയത്തെയും മനസ്സ് കൂട്ടിക്കൊണ്ടുപോകും. ആ ചെന്താമര പൂവിനെ മനസ്സിലിങ്ങനെ സങ്കല്പിക്കും. അങ്ങനെയുള്ള ഭഗവാന്റെ മുഖം. അതേപോലെ ചുവന്നു തുടുത്ത കണ്ണാണ് ഭഗവാനെ കാണുന്നത്. അത് താമരപ്പൂവിന്റെ അന്തർഭാഗം പോലെ ചുവന്നുടുക്കാം. അപ്പൊ മുഖം, പിന്നെ കണ്ണ്. നീലോൽപലതളശ്യാമം, നീലത്താമര പോലെയുള്ള കറുത്ത വർണ്ണം. ശംഖുചക്രം കയ്യിൽ ധരിച്ചു. ലസത് പങ്കജകിഞ്ചിൽ കപീത കൗശേയവാസഭം ശ്രീവത്സവക്ഷഭ്രാജത് കൗസ്തുഭാ മുക്തകന്ധരം. ലസത് ശോഭിക്കുന്ന, പങ്കജ കിഞ്ചിൽക്ക പീത കൗശേയ വാസഭം. താമരപ്പൂവിന്റെ ഉള്ളിലുള്ള അതിന്റെ കേസരം പോലെ, അല്ലി പോലെ. താമരപ്പൂവിന്റെ അല്ലി മഞ്ഞ നിറമാണ്. കിഞ്ചിൽക്കം അല്ലികളാണ്. പങ്കജ കിഞ്ചിൽക്കം താമരയുടെ അല്ലികൾ അകത്തുള്ള. അതുപോലെയുള്ള പീത പട്ടുവസ്ത്രം ഉടുത്തവൻ. പീതം മഞ്ഞ, കൗശേയം പട്ട്, വാസസം വസ്ത്രം. പീതകൗശേയ വാസഭം ശ്രീവത്സവക്ഷ സംഭ്രാജൽ കൗസ്തുഭാമുക്തകന്ധരം. വക്ഷസിൽ ശ്രീവത്സം ശോഭിക്കുന്നു. കൗസ്തുഭ ആമുക്തകന്ധരം, കൗസ്തുഭം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കഴുത്ത്. ലസത് പങ്കജ കിഞ്ചൽക്ക പീതകൗശേയ വാസഭം ശ്രീവത്സവക്ഷ സംഭ്രാജൽ കൗസ്തുഭാമുക്തകന്ധരം. മത്തദ്വിരിയ ഭകലയാപരീതം വനമാലയാം വരാധ്യഹാരവലയ കിരീടംഗദനൂപുരം. മതിച്ച വണ്ടുകളുടെ കലയാൽ, മത്ത ദ്വിരേഫ കലയ, മത്തം മതിച്ച, ദ്വിരേഫം വണ്ട്, അതിൻ്റെ കല കൊണ്ട്, ശോഭ കൊണ്ട്. പരീതം
ചുറ്റപ്പെട്ടിരിക്കുന്ന വനമാലയോട് കൂടിയ. അപ്പൊ ആദ്യം ധ്യാനിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഭഗവാന്റെ താമരപ്പൂ പോലെയുള്ള മുഖത്തെ കാണാം. താമരപ്പൂ നമുക്ക് നമ്മുടെ ഓർമ്മയെ കൊണ്ടുവരാം. അതുപോലെയാണ് ഭഗവാന്റെ മുഖം എന്ന് അത് രണ്ടും ഒന്നാക്കി തന്നു. പിന്നെ ഭഗവാന്റെ കണ്ണിലേക്ക് വരണം. കണ്ണ് ചുവന്തുടുത്ത കണ്ണ്. പിന്നെ ശരീരം കറുത്തത്. ശംഖ്, ചക്രം, ഗദ ഇവ ധരിച്ചിട്ടുണ്ട്. ഈ ഓരോ സ്വരൂപത്തെ പറയുമ്പോൾ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് താമരപ്പൂവിന്റെ അല്ലി പോലെ മഞ്ഞപ്പട്ടുടുത്തവനാണ്, ശ്രീവത്സം ശോഭിക്കുന്നവനാണ്, കൗസ്തുഭം കഴുത്തിലുള്ളവനാണ്, മതിച്ച വണ്ടുകൾ ചുറ്റപ്പെട്ട വനമാലയോട് കൂടിയവനാണ്, പരാർത്ഥഹാര വലയ കിരീട അംഗത നൂപുരം. പരാർത്ഥം ഉത്കൃഷ്ടം, ശ്രേഷ്ഠം. ശ്രേഷ്ഠമായ ഹാരങ്ങൾ മാലകൾ, വലയങ്ങൾ വളകൾ, കിരീടം അംഗതം തോൾവള, നൂപുരം പാദസരം. മത്തദ്വിരേ പകലയാപരീതം മനമാലയാം പരാർത്ഥഹാര വലയ കിരീട അംഗത നൂപുരം. കാഞ്ചീഗുണോല്ലസത്സോണിം ഹൃദയാംഭോജവിഷ്ടരം ദർശനീയതമം ശാന്തം മനോ നയനവർദ്ധനം. കാഞ്ചി ഗുണം അരഞ്ഞാണ്. അതുകൊണ്ട് ഉല്ലസത് ശ്രോണിയും ശോഭിക്കുന്ന അരക്കെട്ട്, ശ്രോണി അരക്കെട്ട്. ഹൃദയാംഭോജവിഷ്ടരം, ഹൃദയമാകുന്ന അംഭോജമെന്ന വിഷ്ടരം ഇരിപ്പിടം. ദർശനീയതമം, ഏറ്റവും കാണാൻ കൗതുകമുള്ളത്. ശാന്തം, മനോ നയനവർദ്ധനം, മനസ്സിന് ആഹ്ലാദം ഉണ്ടാക്കുന്ന, മനസ്സാകുന്ന കണ്ണിനെ വളർത്തി വലുതാക്കിക്കൊണ്ടിരുന്നു. കാഞ്ചീ ഗുണോല്ലസത്സേണി ഹൃദയാംഭോജവിഷ്ടരം ദർശനീയതമം ശാന്തം മനോ നയനവർദ്ധനം. അഭീച്ഛദർശനം ശശ്വത് സർവലോകനമസ്കൃതം. അഭീച്ഛദർശനം, വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നതാണ് അഭീച്ഛദർശനം. ശശ്വത് സർവലോക നമസ്കൃതം, എല്ലായ്പ്പോഴും എല്ലാ ലോകങ്ങളാൽ നമസ്കരിക്കപ്പെട്ട. സ്വന്തം ഉള്ളതാണ്. വയസ്സിൽ, കൗശൂരേ കിശോരന്റെ വയസ്സിൽ, കുട്ടിയുടെ ശിശുവിന്റെ വയസ്സിൽ. ഭൃത്യ അനുഗ്രഹകാതരം, ഭൃത്യന്മാരെ അനുഗ്രഹിക്കാൻ കാതരനായി കാത്തിരിക്കുന്നവനുമായ. അഭീച്ഛദർശനം ശശ്വത് സർവലോക നമസ്കൃതം സ്വന്തം വൈഫി കൈശോരെ ഭൃത്യാനുഗ്രഹകാതരം. ഭൃത്യന്യതീർത്ഥേശഫം ശ്ലോകയശസ്കരം ധ്യായദ്ദേവം സമഗ്രാംഗം യാവന്നച്ഛപതേമന. കീർത്തന്യതീർത്ഥേശഫം, കീർത്തിക്കപ്പെടേണ്ട പരിശുദ്ധമായ യശസ്സോടുകൂടിയവൻ. കീർത്തന്യം, കീർത്തിക്കപ്പെടേണ്ടത്. തീർത്ഥം, പരിശുദ്ധം. യശസ്, കീർത്തി. പുണ്യശ്ലോക യശസ്കരം, പുണ്യമായി ശ്ലോകം ചെയ്യാൻ പറ്റുന്ന, കീർത്തിക്കുന്ന യശസ് ഉള്ള. ഇങ്ങനെയൊക്കെയുള്ള ധ്യായദ്ദേവം, ദേവനെ ധ്യാനിക്കണം. സമഗ്രം, എല്ലാ അവയവങ്ങളും ധ്യാനിക്കണം. അതുകൊണ്ടാണ് എല്ലായിടത്തും കഷാദിപാദവും പാദാദികേശവും ഉണ്ട്. മുകളിൽ താഴോട്ടും താഴെ മുകളിലും. യാവന്നച്ഛപതേമന, മനസ്സ് അതിൽ നിന്ന് വിട്ടുപോകുന്നത് വരെ. കാരണം മനസ്സിന് ഒന്നിൽ കുറേ സമയം ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുഖത്തേക്ക് നോക്കൂ, കണ്ണിലേക്ക് നോക്കൂ, കഴുത്തിലേക്ക് നോക്കൂ, മാർഗത്തിലേക്ക് നോക്കൂ, പീതാംബരത്തിലേക്ക് നോക്കൂ എന്നിങ്ങനെ മനസ്സിനെ
കുറെ സമയം ഓരോന്നിൽ തളച്ചിട്ട് അടുത്തേക്ക് പോകാൻ ഉദ്ദേശിക്കലാണ്. പ്രസന്നവദനാംഭോജം പത്മകഭാരുണേക്ഷണം നിരോൽപ്രദളശ്യാമം ശംഖചക്രഗദാധരം ലഫത് പങ്കജകിഞ്ചൽ കപീതകൗശേയവാസസം ശ്രീവത്സവക്ഷസംഭ്രാജ കൗസ്തുഭോ അമുക്തഗന്ധരം മത്തദ്വിരേഫകലയാപരീതം മനമാലയാം പരാർത്ഥഹാരവലയ കിരീടാംഗതനൂപുരം കാഞ്ചീഗുണോല്ലഫത്ശ്രോണിം ദയാംഭോജവിഷ്ടരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം അപീച്യദർശനം ശശ്വത്സർവലോകനമസ്കൃതം പന്തം വൈശ്വികൈശോരീയഭൃത്യാനുഗ്രഹകാതരം കീർത്തന്യതീർത്ഥേശഫം പുണ്യശ്ലോകയശഃകരം ധ്യായേദ്ദേവം സമഗ്രാംഗം യാവന്നച്ഛപതേ മനഃ. ഇതിന് അന്വയവും വിശദമായ അർത്ഥവും അടുത്ത ദിവസം പറയാം. നമ്മുടെ സമയം അധികം കൂടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഉപസംഹരിച്ചിട്ട് അടുത്ത ദിവസം ബാക്കിയെടുക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.